ഓം ഗും ഗുരുഭ്യോ നമ. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വത്യേ നമ. ഓംകാരപ്പൊരുളാം ജഗജ്ജനനീ നിൻ പാദം സ്മരിച്ചന്വഹം ശങ്കാഹീനമുരച്ചിടാം സവിനയം സത്യം പരം ധീമഹി. പാരാശര്യവചസരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകകേസരം ഹരികഥാസംബോധനാബോധിതം ലോകേ സജ്ജനഷട്പദൈരഹരഃ പേബീയമാനം മുദാ ഭൂയാത് ഭാരതപങ്കജം കലിമലപ്രധ്വംസിനഃ ശ്രേയസേ. ഗരുഡോൽപ്പത്തി. 500 വത്സരം അങ്ങനെ ചെന്നാനളഞ്ചസാ ഭിന്നമായി വിനതാണ്ഡവും കൽപ്പാന്ത പാവകനെന്ന മരൗഖവും കൽപ്പിച്ചു ഭീത്യാമുനീവരന്മാരുമായി ആശ്രയമെന്തു ലോകത്തിനെന്നോർത്തവരാശ്രയാശസ്തുതി ചെയ്താർ പലതരം. മൽപ്രഭയല്ല ഭയപ്പെടായ്വിൻ ഗരുഡപ്രഭ എന്നരുൾ ചെയ്തിതു വന്യയും. അപ്പോൾ മുനികളും ദേവസമൂഹവും അത്ഭുതം പൂണ്ടു ഗരുഡസ്തുതി ചെയ്താർ. വേദത്രയമോടു ദേവത്രയമതും പാദത്രയവും പദത്രയവും നീയേ. നാദത്രയവും വർണ്ണത്രയവും നീയേ. ജ്യോതിസ്ത്രയവും അഗ്നിത്രയവും നീയേ. ശക്തിത്രയവും ഗുണത്രയവും നീയേ. ഭുക്തിമുക്തിപ്രദായുക്ത ഭക്തപ്രിയ ലോകത്രയത്തിനു ശോകത്രയം ദീർഘ വേഗപ്രഭാനിധേ പക്ഷികുലോത്തമ. വിശ്വം ദഹിച്ചു പോകുന്നതിൻ മുന്നമേ നിശേഷ തേജസ്സുമൊട്ടടക്കേണമേ. ദാനവനാശനന്മാരും മുനിമാരും ദീനതയോടുമീ വണ്ണം പുകണ്ണപ്പോൾ പക്ഷികുലാധിപൻ ഭക്തപരായണൻ തൽക്ഷണം തേജസ്സുമൊട്ടു ചുരുക്കിനാൻ. വന്നിതു സന്തോഷവും ഭുവനത്തിനു പിന്നെ മാതാവിനെ കാൺമാൻ ഗരുഡനും. പന്നഗമാതാവിരിക്കും ഗൃഹത്തിനു ചെന്നു മാതാവിനെ കണ്ടു വണങ്ങിനാൻ. ഒന്നിച്ചവിടെ ഇരുന്നു ചില ദിനം അന്നൊരു നാളുര ചെയ്തിതു കദ്രുവം. എന്നുടെ ഗേഹത്തിനമ്മാറു പോവതീനെന്നെ എടുത്തു കൊള്ളേണം വിനതെ നീ. അന്നതു ചെയ്താൾ വിനതയും നന്ദനൻ തന്നോടു ചൊന്നാൾ മകനെ മടിയാതെ. പന്നകന്മാരെ എടുത്തു കൊള്ളേണം നീ എന്നമ്മ ചൊന്നതിളക്കരുതെന്നോർത്തു. നാഗങ്ങളെയും എടുത്തു പറന്നിതു വേഗേന സൂര്യൻ അഭിമുഖമാം വണ്ണം. വ്യഗ്രങ്ങൾ ചൊല്ലുവാൻ വേഗേന പോകുന്നിതഗ്രജനോടെന്നു തോന്നുമതു കണ്ടാൽ. ആദിത്യരശ്മികളേറ്റു ഭുജംഗങ്ങൾ ആദിപൂണ്ടേറ്റം തളർന്നു ചമഞ്ഞപ്പോൾ ആതിഥേയോത്തമനായ ദേവേന്ദ്രനെ യാദരപൂർവം പുകഴ്ന്നിതു കദ്രുവും. ആധാരമില്ല മറ്റെന്നവൾ കേഴുമ്പോൾ ആസാരവും തുടങ്ങിയിടിനാൻ വാസവൻ. താപവും തീർന്നവരാശു രമണകദ്ദീപവും പൂക്കു സുഖിച്ചു വാണിടിനാർ. അക്ഷികർണന്മാരൊരു നാളതു കാലം പക്ഷികുലാധിപനോടു ചൊല്ലിയിടിനാർ. സ്വർഗസമാനമാം ദീപാന്തരങ്ങളിലൊക്കെ നടന്നു കളിപ്പതിന്നങ്ങളെ ഒക്കെ എടുത്തു പറക്കണം നീയെന്നു ചക്രീശ്വരന്മാർ പറഞ്ഞതു കേട്ടൊരു ദുഃഖം കലർന്നു മാതാവോടു ചോദിച്ചാൻ. പക്ഷീശ്വരൻ പരമാർത്ഥമറിയുവാനായി കാരണമെന്തിവർ ചൊല്ലുന്നതു ചെയ്യുവാൻ നേരെ പറയണമെന്നോടു മാതാവേ. ആത്മജനിങ്ങനെ ചോദിച്ചതു നേരം ആത്മഖേദത്തോടു ചൊന്നാൾ വിനതയും. കദ്രു ചതിച്ചു താൻ ദാസിയാക്കിക്കൊണ്ടാൾ എത്രയും പീഡയായി വന്നിതതു മൂലം. അക്കഥയൊക്കെ പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ
ദുഃഖം ഉൾക്കൊണ്ടു വിനതാതനേയനും ദന്തശുഗോത്തമന്മാരോടു ചോദിച്ചാൻ, എന്തു ഞാൻ വേണ്ടേതടിമയൊഴിപ്പതിനന്തരമില്ല, സാധിപ്പതെന്നിനി ചിന്തിതം ചൊല്ലുവൈൻ എന്നതു കേട്ടപ്പോൾ, നീ ഇനി വൈകാതെ ചെന്നു വരുത്തുക, പീയൂഷമെന്നാൽ അടിമയൊഴിഞ്ഞിടും എന്നവർ ചൊന്നതു കേട്ടു ഗരുഡനും ചെന്നു മാതാവിനാൾ ചൊല്ലിടിനാൻ. പൈതാഹവും തീർത്ഥമരലോകത്തിനു ചൈതന്യം ഉൾക്കൊണ്ടമൃതനു പോകണം, ആഹാരം വേണമെനിക്കെന്നു മാതരി സ്വഹാരനാശനൻ ചൊന്നാരനന്തരം. മാതാവു മന്ദസ്മിതം പൂണ്ടു ചൊല്ലിനാൻ, മാധവൻ വാഴുന്ന പാലാഴി തൻകരെ വാഴും നിഷാദന്മാരെ തിന്നുകൊള്ളുക നീ, ദോഷമതീനില്ല പിന്നെയും ഒന്നു കേൾ. ബ്രാഹ്മണരെ തിന്നു പോകാതിരിക്കണം, ധാർമ്മികന്മാരെ ദഹിക്കരുതഗ്നിയും, സൃഷ്ടിസ്ഥിതിലയങ്ങൾക്കു കർത്താക്കളം സ്രഷ്ടാവും അംബുജനേത്രനും രുദ്രനും ദേവേന്ദ്രനാദിയാം ദേവസമൂഹവും ഭൂവാദതോയഗ്നിഘാതീഭൂതങ്ങളും വേദങ്ങളോടു സമങ്ങളല്ലായ്കയാൽ വേദജ്ഞന്മാരായ ഭൂദേവന്മാരത്രേ ആധാരമീരേഴു ലോകത്തിനും അവർക്കാധാരമായാരുമില്ലെന്നറിയണം. ബ്രാഹ്മണരോളം മഹത്വമില്ലാർക്കുമേ സാമ്യം ദ്വിജന്മാർക്കു മറ്റൊന്നുമില്ലല്ലോ, വന്ദ്യന്മാരാകുന്നതും ദ്വിജന്മാരത്രേ നിന്ദിച്ചു പോകായിക വരെയൊരിക്കലും. ദേവാദികൾക്കും പ്രപഞ്ചത്തിനും പരം ദൈവതമാകുന്നതും ദ്വിജന്മാരത്രേ, ശാശ്വതമാകിയ ധർമ്മമാകുന്നതും ഈശ്വരനാകുന്നതും ദ്വിജന്മാരത്രേ. എന്തടയാളം ദ്വിജന്മാർക്കു മാതാവേ, സന്തതം യജ്ഞോപവീതാദിലക്ഷണം, സന്തുഷ്ടരം ദ്വിജന്മാരെ വിഴുങ്ങുകിൽ കന്ധരം വെന്തുപോ മന്ദരമില്ലേതും. ഭൃഷ്ടനെന്നാകിലും ദുഷ്ടനെന്നാകിലും പുഷ്ടഭക്ത്യാ വണങ്ങേണം ദ്വിജകുലം, ഇത്തമുപദേശവും ചെയ്തനുഗ്രഹിച്ചത്യാദരേണ പുണർന്നു മുകർന്നവനുത്തമാംഗത്തിൽ ബാഷ്പാഭിഷേകം ചെയ്തു ചിത്തപ്രമോദം കലർന്നവൾ ചൊല്ലിനാൻ, നീ നിരൂപിച്ചതു സാധിച്ചിവിടേക്കു മാനമിയെന്നു വിരയെ വരിക നീ. മാതുരനുജ്ഞാം ശിരസി വഹിച്ചുകൊണ്ടാദരവോടു പറന്നു ഗരുഡനും.